ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി ഞണ്ട്, നീല കളറുള്ള ഞണ്ടിനെ നമ്മൾ ഷാപ്പ് സ്റ്റൈലിൽ ഒരു കറി വയ്ക്കാൻ പോവാണ്. കറി എന്ന് പറഞ്ഞാൽ പൊട്ടക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ഞണ്ടിനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് നീല കളറുള്ള കാലാണുള്ളത്. നമ്മുടെ ലുലു എന്ന് വാങ്ങിച്ച ഞണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളിതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലൊരു സംഭവമുണ്ട്. നമ്മുടെ വണ്ടിയുടെയൊക്കെ ഡിക്കി തുറക്കുന്ന പോലെ നമ്മൾ അതിനെ ഇങ്ങോട്ട് പൊളിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അംബാസഡർ കാറുണ്ടല്ലോ നാട്ടിലെ, വെള്ള കളർ അംബാസഡർ കാറിൻ്റെ ഡിക്കി തുറക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് അത് തന്നെ അങ്ങനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് തുറന്നെടുത്ത് കഴിഞ്ഞാലേ ഇവിടെ കുറച്ച് മഞ്ഞ കളറിൽ കുറച്ച് സാധനമൊക്കെ കാണുന്നുണ്ട്, ചെറിയൊരു ബ്ലാക്ക് കളർ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നേരെ ടാപ്പുണ്ടല്ലോ നമ്മുടെ പൈപ്പിൻ്റെ ചൂട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. നേരെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നിസ്സാരമാണ്. നേരെ പൈപ്പിലെ വെള്ളം ചെറിയ രീതിയിൽ അങ്ങോട്ട് അതിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം ക്ലീനായി റെഡിയായി വരും. അതുപോലെ ബാക്കിയുള്ള ഞണ്ടിനെയും കൂടെ നമ്മൾ പൈപ്പിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നു. അപ്പോൾ എല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു പാത്രത്തിൽ നിന്ന് നമ്മൾ നേരെ അതൊരു വാഷ് ബേസിലോട്ട് ഇട്ടിട്ട് അതിന് നമ്മൾ കുറച്ച് പൈപ്പ് തുറന്നു വിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും കഴുകാനൊന്നുമില്ല, അതിൻ്റെ പുറത്തൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ കഴുകിയെടുത്ത ഞണ്ടിനെ നമ്മളൊരു പാത്രത്തിലേക്ക് പറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് വേണം പറക്കി വെക്കാൻ. കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറക്കി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഞണ്ടിൻ്റെ ദേഹത്ത് പിടിച്ചതുകൊണ്ട് കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകില്ലെങ്കിലും നല്ല സോപ്പും കോലും ഉപയോഗിച്ചിട്ട് കഴുകണം. അപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ പാത്രത്തിലോട്ട് പറക്കി വെച്ച് ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് നമ്മൾ അതിനെ കിരികിരാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ, സമയം കുറവാണ്. അപ്പോൾ ഉള്ളി അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു 2 പഴുത്ത തക്കാളി അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞങ്ങോട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി എൻ്റെ മെയിനായിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി കിടപ്പുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ കിരികിരാന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഉരുളി അടുപ്പ് വെച്ച് ചൂടാക്കുക. അതിനകത്തോട്ട് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടനാണെന്ന് അറിയത്തില്ല. കുറച്ച് കടുക് വാരി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നു. ഇനി കുറച്ച് കറിവേപ്പില അതിലോട്ട് വാരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പില കറുമുറ ആകുമ്പോഴത്തേക്ക് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ചേർത്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുന്നതിൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തക്കാളിയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും മൂപ്പിക്കുമ്പോൾ എന്താണ്ടല്ലോ ഇത് കണക്കിരിക്കും. ഇത് കണക്ക് മൂത്തങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മൾ 1 കരണ്ടി മുളക് പൊടിയും 1 കരണ്ടി മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. എന്നിട്ട് ഇവനെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് ഫ്രൈ ആക്കി എടുക്കുവാണ്. ഫ്രൈ ആയതാ ഇങ്ങനെ വരുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചീന്നൊരു സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, നല്ല ചാറാക്കി എടുക്കുക. അപ്പോൾ ശരിക്കും ഇനിയാണ് നമ്മുടെ കഥാനായകൻ വരുന്ന കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി നമ്മൾ ശരിക്കും ഇങ്ങനോട്ട് വാരി വിതറി കൊടുക്കുക. കാശ്മീരി ചില്ലിക്ക് ഒരു ദാക്ഷിണ്യവും വിചാരിക്കേണ്ട. വാരി വിതറി ഇവനതാ ഈ പരുവത്തിൽ മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇവനെ നല്ല ചാറ് പരുവാക്കിയതാ ഇങ്ങനെ കുഴച്ചതാ ഈ പരുവാക്കി എടുക്കുക. ഈ പരുവായതിനു ശേഷം നമുക്കിനി ഞണ്ട് മുങ്ങിക്കിടക്കാനുള്ള കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഞണ്ടമ്മാമ്മമാരെ നമുക്ക് അതിലോട്ട് പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും കറി നന്നായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞണ്ടിനെ അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 ഞണ്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഞണ്ടിന് നമ്മളിതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഈ ലാസ്റ്റ് വയ്ക്കുന്ന ഞണ്ടിന് മാസ്ക് ഉണ്ടായത് കൊണ്ട് അവന് വലിയ പ്രശ്നവുമില്ല. അപ്പോൾ ഇനി നമ്മളിതിനെ ഒന്ന് ഗ്രേവിയിലേക്ക് ഒന്ന് നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഇവനെ നമ്മളൊരു അരമണിക്കൂർ ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പം ഉള്ളൊരു അവസ്ഥയാണിത്. അപ്പോൾ നമ്മുടെ ഞണ്ട് എന്തായാലും അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്ക്. ആഹാ, കേമം നല്ല അടിപൊളി സ്റ്റൈല് ലുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പീസ് ഒരു ഞണ്ടനെ എടുത്തൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഞാൻ നല്ല നാടൻ സലാല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കപ്പ നന്നായിട്ട് കറി വെച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഞണ്ട് കറിയും കപ്പയും കൂടെ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ട്രൈ ചെയ്ത് നോക്കുക. പൊളിക്കും സംഭവം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. കാരണം നമ്മൾ നല്ല എരിയുള്ള മുളകാണ് ആദ്യം ഇതിൽ ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഷാപ്പ് സ്റ്റൈൽ കറിയാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. അയ്യോ.